എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് മാനുവൽ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോന് താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. അതല്ലെങ്കിൽ നമ്മൾ മീറ്റിൽ ഇരിക്കണമെങ്കിൽ നമ്മളൊരു 5 പേര്, എത്ര പേർക്ക് ഡൗട്ട്സ് ഉണ്ടോ അവരൊക്കെ ആയിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഇരുന്നിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, കാരണം ഞാനിവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ നമ്മൾ ഇനി ഞാൻ പറഞ്ഞു മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ തന്നെ ടെസ്റ്റ് കേസിൻ്റെ തന്നെ ഒരു ചെറിയൊരു പാർട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പക്ഷെ എൻ്റെ കളി ഡിഫറെൻ്റ് ആയിരിക്കും. അത്ര ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ബഗ് റിപ്പോർട്ട് പ്രിപ്പറേഷനാണ്. ഓക്കെ. ഒന്നെങ്കിൽ നിങ്ങളോട് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളോട് ബഗ് റിപ്പോർട്ട് കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും നിങ്ങളോട്. ഓക്കെ. അപ്പോൾ നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞു. അതിൽ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്തു. എക്സ്പെക്റ്റഡ് മാച്ചുവൽ റിസൾട്ടും സ്റ്റേറ്റസും ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. ബഗ് റിപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മാനുവൽ ടെസ്റ്റിങ്ങിൽ നമ്മൾ ഈ ടെസ്റ്റ് കേസ് എഴുതിയല്ലോ, ഈ ടെസ്റ്റ് കേസ് എഴുതിയതിൽ സ്റ്റേറ്റസ് ഫെയിൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ, ടെസ്റ്റ് കേസ് ഉണ്ടാവുമല്ലോ, ഈ പാസ് അല്ല, ഈ ഫെയിൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഈ കേസുകളൊക്കെ എടുത്തിട്ട് ആണ് നമ്മൾ ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണത്. ഇതൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഫെയിൽ എന്ന് സ്റ്റേറ്റസ് ഫെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് എടുത്തിട്ടായിരിക്കും നമ്മൾ ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്ന ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് വായോട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രം ബഗ് റിപ്പോർട്ടിൽ വന്നാൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു 30 ടെസ്റ്റ് കേസ് എങ്കിലും നിങ്ങൾ എഴുതണം. ഓക്കെ. കുറച്ചധികം വലിയ ഫോമല്ലേ ഞാൻ തന്നത്. അപ്പോൾ 30 ടെസ്റ്റ് കേസ് എങ്കിലും എഴുതണം. ആ ഫോം എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോന് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യില്ല, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് .html എക്സ്റ്റൻഷനിൽ സേവ് ചെയ്താൽ മതി. ഓക്കെ. അതെന്ത് ചെയ്യണം എന്നുള്ള ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 30 ടെസ്റ്റ് കേസ് എങ്കിലും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. കംപ്ലീറ്റ് ഇരുന്നിട്ട് ഇപ്പം ചെയ്യാൻ ഞാൻ പറയാനില്ല, അറ്റ്ലീസ്റ്റ് 30, മിനിമം 30 ചെയ്തിട്ട് വരാം. ഓക്കെ. എനിക്ക് അയക്കുമ്പോൾ അങ്ങനെ അയച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ. ബഗ് റിപ്പോർട്ട് ഇതാണ് നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട്, ടെസ്റ്റ് കേസ് റിപ്പോർട്ട് അല്ലേ. അപ്പോൾ ഇനി ബഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു എക്സൽ ഷീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഇപ്പുറത്ത് തന്നെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, അത് ഞെക്കിയാൽ മതി. അപ്പോൾ പുതിയ ഷീറ്റ് വന്നോളും. ഇതിൽ തന്നെയാണ് നമ്മൾ ബഗ് റിപ്പോർട്ട് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതിൽ നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് തന്നെ ബഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കും. പിന്നെ താഴെ എന്നാണോ ചെയ്ത് ആ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു മൊഡ്യൂൾ, എന്ത് മൊഡ്യൂളാണ് കിട്ടിയ ആ മൊഡ്യൂളിൻ്റെ പേര് ഇവിടെ കൊടുക്കും. എനിക്കിപ്പോൾ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇവിടെ പിന്നെ ടെസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പേര് മിഹിരിമ മഹീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അത് കൊടുക്കണം നിർബന്ധമില്ല, എന്നാലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? പിന്നെ നമ്മുടെ ഫീൽഡുകൾ എന്ന് പറയുന്നത് ബഗ് ഐ ഡി ഉണ്ട്. ബഗ് ഐ ഡി എന്ന് പറയുമ്പോൾ ഈ ബഗ് റിപ്പോർട്ടിലത്തെ സീരിയൽ നമ്പർ പോലെ BG1, BG2, BG3 അങ്ങനെ നമ്മൾ പോകും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കേസ് ഐ ഡി ഉണ്ട്. ടെസ്റ്റ് കേസ് ഐ ഡി എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഇവിടെ ടെസ്റ്റ് കേസിൽ ഈ ഐ ഡി ഉണ്ടാവുമല്ലോ, ഇതാണ് നമ്മൾ എന്താക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക. അത് ഓർഡറിലായിരിക്കില്ല പോകുന്നുണ്ടായിരിക്കുക. ഫെയിൽ എവിടെയാണോ സ്റ്റേറ്റസിൽ വന്നിട്ടത് അതിൻ്റെ ടെസ്റ്റ് കേസ് ഐ ഡി ആയിരിക്കും നമ്മളിവിടെ എഴുതുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇങ്ങനെ പോയിന്റ് ഇട്ട് 1, 2, 3 എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതാന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെസ്റ്റ് കേസ് ഉണ്ടല്ലോ, ടെസ്റ്റ് റിപ്പോർട്ട്, ഇതിലത്തെ ഡിസ്ക്രിപ്ഷനും എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും ഇത് മൂന്നും കൂടിയിട്ടായിരിക്കും നമ്മൾ ഏതാക്കുന്നുണ്ടാവുക, ഇതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നുണ്ടായിരിക്കുക. എന്തൊക്കെയാണ്? ടെസ്റ്റ് കേസിലത്തെ ഡിസ്ക്രിപ്ഷനും എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും. ഓക്കെ. നമ്മൾ യൂസബിലിറ്റി ടെസ്റ്റിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഷുഡ് ചേഞ്ച് ദിസ് ടു ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല, ഇഷ്ടമുള്ളത് എഴുതും. അതേപോലെ എങ്ങനെയാണ് ബഗ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്, അല്ല റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെയാണ് ബഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആ ബഗ് എന്താണ്, എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ എന്താക്കുന്നുണ്ടാവുക ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ.
ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരുന്നു, ടു വെരിഫൈ ദി ബിഹേവിയർ ഓഫ് ദ ഫോം ബൈ നോട്ട് ഫില്ലിംഗ് അപ്പ് എനി ഡാറ്റ, ഒറ്റ ഡാറ്റ ഫില്ല് ചെയ്യാതെ നള്ളായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്താക്കി എഴുതിണ്ടായിരിക്കാം, when the user enters null values and press the submit button, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. യൂസർ വെൻ ദ യൂസേഴ്സ് എൻറ്റർ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യും, പക്ഷെ മനസ്സിലായാൽ മതി. പക്ഷെ പെട്ടെന്ന് ഇതും ടെസ്റ്റ് കേസ് ടൈപ്പ് ചെയ്തിരിക്കണം, ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്തിരിക്കണം, ബഗ് റിപ്പോർട്ടിന് ടൈപ്പ് ചെയ്തിരിക്കണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലത്തെ ഡിസ്ക്രിപ്ഷനും എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ടും ഒക്കെ ചേർത്തിട്ട് ചെറിയ ചെറിയ കൺജങ്ഷൻ വേർഡ്, കൺജങ്ഷൻ എന്ന് വെച്ചാൽ ആൻഡ് ഓർ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് വെന്ന് ബട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേർഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ കൂടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ആക്കാണ് ചെയ്യണത് ഏതിൽ ബഗ് റിപ്പോർട്ടിൽ. അതാണ് വെൻ ദ യൂസർ എൻ്റർ നൾ വാല്യൂസ് ആൻഡ് പ്രസ് സബ്മിറ്റ് ബട്ടൺ. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എഴുതേണ്ടത് എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടാണ് എഴുതേണ്ടത്. ഇത് നമ്മൾ ടെസ്റ്റ് കേസിലത്തെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതി. അടുത്തായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എഴുതും. എന്താണ്, ഇറ്റ് ഷുഡ്, രണ്ടു വട്ടം വന്നു, ഇറ്റ് ഷുഡ് ഹൈലൈറ്റ് ദ നൾ ഫീൽഡ്, നൾ ഫീൽഡിനെ ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ആക്ച്വൽ റിസൾട്ടാണ് വേണ്ടത്. ബട്ട് എന്താ ഉണ്ടായത്, ബട്ട് ഇറ്റ് ഡിസ്പ്ലേഡ് എൻ അലർട്ട് ബോക്സ് വിത്ത് മെസ്സേജ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ക്ലിയർ ആയോ? ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയണത്, ഇതെന്ന് പറയണത് ടെസ്റ്റ് കേസിലെ ഡിസ്ക്രിപ്ഷൻ, ഇത് എക്സ്പെക്റ്റഡ് റിസൾട്ട്, ഇത് ആക്ച്വൽ റിസൾട്ട്, അതൊക്കെ കൂടിയിട്ട് നമ്മൾ ബഗ് റിപ്പോർട്ടിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ആക്കി വെച്ചു. ഓക്കെ, അതിൽ ഇവിടെ എന്താ മാറ്റം വരുത്തിയത്, വെൻ്റെ യൂസേഴ്സ് എൻറ്റേഴ്സ് എന്ന് ഇവിടെ കൊടുത്തു. പിന്നെ ഇവിടെ എന്താണ് എക്സ്പെക്റ്റഡ് റിസൾട്ട് വാശിയായിട്ട് ബട്ട്, ഇതെല്ലാം ഉണ്ടായത് എന്താണ്, ബട്ട് ഇറ്റ് ഡിസ്പ്ലേഡ് ആൻ അലർട്ട് ബോക്സ് അങ്ങനെ കൊടുത്തു. ഓക്കെ, ഞാൻ നമ്മുടെ അടുത്തത് എന്തായിരുന്നു, ടെസ്റ്റ് കേസിൽ ടു വെരിഫൈ ദി ബിഹേവിയർ ഓഫ് ദി ഫോം റിക്വയർഡ് ഫീൽഡ് എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അടുത്തതിനും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എങ്ങനെയായിരുന്നു, വെൻ ദി യൂസർ ഈസ് നോട്ട് ഫില്ലിംഗ് അപ്പ് ദ റിക്വയർഡ് ഫീൽഡ് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഷുഡ് ഹൈലൈറ്റ് ദ നൾ ഫീൽഡ്, നൾ ഫീൽഡിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് വന്നത്. ബട്ട് ഇറ്റ് ഡിസ്പ്ലേഡ് ആൻ അലർട്ട് ബോക്സ്. ഓക്കെ, അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഷുട്ടെന്ന് വന്നതാട്ടോ. പിന്നെ അടുത്തത് വരുമ്പോൾ എങ്ങനെയാണ്, വെൻ ദ യൂസേഴ്സ് നോട്ട് ഫില്ലിംഗ് അപ്പ് നെയിം ഫീൽഡ് ബട്ട് ബൈ ഫില്ലിംഗ് അപ്പ് ദ റെസ്റ്റ് ഓഫ് ദ അതർ ഫീൽഡ്, നെയിം ഫീൽഡ് ഇല്ലേ ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്താ വരേണ്ടത്, ഇറ്റ് ഷുഡ് ഹൈലൈറ്റ് ദ നൾ ഫീൽഡ് ബട്ട് ഇറ്റ് ഡിസ്പ്ലേഡ് ആൻ അലർട്ട് ബോക്സ് വിത്ത് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തുതരാം, നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ. ബഗ് റിപ്പോർട്ടിൻ്റെ ആണോ പറയണേ, ബഗ് റിപ്പോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് റിപ്പോർട്ടിലത്തെ ആദ്യം ഡിസ്ക്രിപ്ഷൻ എഴുതാം, പോയിന്റ് ഇട്ടിട്ട് എഴുതാം കേട്ടോ. ഫസ്റ്റ് തന്നെ വെൻ ദ യൂസേഴ്സ് എൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. പിന്നെ രണ്ടാമത്തേത് എക്സ്പെക്റ്റഡ് റിസൾട്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എഴുതാം. മൂന്നാമത്തേത് ബട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താക്കുക, ആക്ച്വൽ റിസൾട്ട് എഴുതാം. ഇതാണ് ഇത് ബഗ് റിപ്പോർട്ടിലെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബഗ് റിപ്പോർട്ടിലത്തെ ടെസ്റ്റ് കേസ് ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ ഏരിയ എടുക്കുന്നുണ്ട്, ഈ ടെസ്റ്റ് റിപ്പോർട്ടിലത്തെ ഫെയിലിയർ ആയിട്ടുള്ള അതിൻ്റെ ടെസ്റ്റ് കേസ് ഐ ഡി ആണ് എഴുതേണ്ടത്, കറസ്പോണ്ടിങ് ഫെയിലിയറിൻ്റെ ഐ ഡി ആണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തൊരു ഇതാണ് സെറ്റ് ടു റീപ്രൊഡ്യൂസ്. റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തന്നെ അതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊസീജിയർ ഉണ്ടല്ലോ, ഫസ്റ്റ് ആദ്യത്തെ അത് പോയിന്റ് ഇട്ട് എഴുതണ്ട, താഴെ ഫീൽഡിൽ എഴുതിയാൽ മതി. ഫസ്റ്റ് തന്നെ നമ്മുടെ ടെസ്റ്റ് കേസിലത്തെ പ്രൊസീജിയർ എഴുതാം. പിന്നെന്താണ്, ടെസ്റ്റ് ഡാറ്റ എഴുതാം. സ്പെല്ലിംഗ് മാറിപ്പോയോ, നമ്മുടെ ടെസ്റ്റ് കേസ് റിപ്പോർട്ടിലത്തെ പ്രൊസീജിയറും ടെസ്റ്റ് ഡാറ്റയാണ് ഏതിൽ എഴുതേണ്ടത്, ഈ സെറ്റ് ടു റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതേണ്ടത്. ഓക്കെ, ലീവ് ഓൾ ദ ഫീൽഡ് ആസ് ബ്ലാങ്ക്, പ്രസ് സബ്മിറ്റ് ബട്ടൺ, പിന്നെ ടെസ്റ്റ് ഡാറ്റ എഴുതി. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോൾ ബഗ് ഐ ഡിയും ടെസ്റ്റ് കേസ് ഐ ഡിയും ഡിസ്ക്രിപ്ഷനും സെറ്റ് ടു റീപ്രൊഡ്യൂസും ഈ 4 ഫീൽഡ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്റ്റേറ്റസ് എങ്ങനെ വേണമെങ്കിലും പറയാം, സ്റ്റേറ്റസ് എന്ന് പറയാം.
സ്റ്റേറ്റസ് ഇതിൽ ന്യൂ ആയിരിക്കും, കാരണം നമ്മളിത് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ബഗ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അതിൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ന്യൂ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഫീൽഡാണ് സിവിയറിറ്റി. സിവിയറിറ്റി സിവിയറിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈ ബഗിന്റെ സിവിയറിറ്റിയാണ് പറയണത്. ഇതിൽ ഞാനിപ്പോൾ ഹൈ ഹൈ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ബഗിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് അതിന്റെ എന്താണ് ഈ ഹൈ, ലോ, മീഡിയം അങ്ങനത്തെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അതിന്റെ സിവിയറിറ്റിയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വരണേന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ക്രിട്ടിക്കൽ വരുന്നുണ്ട്, പിന്നെ ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, മൈനർ ഉണ്ട്, എൻഹാൻസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ആ സിവിയറിറ്റി ഫീൽഡിൽ വരുന്നത്. അത് ആ ബഗിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അയ്യോ എവിടെ പോയി. പിന്നെ അടുത്തത് പ്രയോറിറ്റി. സിവിയറിറ്റി എന്ന് വെച്ചാൽ ബഗ് എത്രത്തോളം ഇതാണ്, എത്ര സിവിയർ ആണ്, ഈ ബഗ് എത്ര എഫക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ളതാണ് സിവിയറിറ്റി എന്ന് പറയുന്നത്. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ബഗ്ഗിൽ തന്നെ ഇപ്പൊ ഏത് ബഗ്ഗാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യണത്, അതൊക്കെ ആയിരിക്കും പ്രയോറിറ്റിയിൽ വരുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. പ്രയോറിറ്റിയുടെ ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രയോറിറ്റിയിൽ വരുന്ന എന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഹൈ എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ മോഡറേറ്റ് എന്നുണ്ടായിരിക്കും, പിന്നെ എന്ന് പറയുന്നത് ലോ. ഇതൊക്കെയാണ് പ്രയോറിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ ഈ പാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ടെസ്റ്റ് കേസ് റിപ്പോർട്ടിൽ പാസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഇത് ഞാൻ എടുക്കില്ല. ഓക്കെ, ബഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബഗ് ഉള്ളത്, ഫെയിലിയർ ആയിട്ടുള്ള മാത്രമുള്ളതായിരിക്കും നമ്മൾ ഇതിൽ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ബഗ് റിപ്പോർട്ടിൽ ബഗ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ BG1 BG2 എന്ന് ഓർഡറിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ടെസ്റ്റ് കേസ് ഐ ഡി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബഗിന്റെ ടെസ്റ്റ് കേസ് ഐ ഡി ആയിരിക്കും. നമ്മൾ ഏത് ടെസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എടുക്കുന്ന ഈ ഐ ഡി ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. അത് ഓർഡറിലായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ TC9 എടുത്തു, അത് കഴിഞ്ഞ് TC10 ആവില്ല, അടുത്ത TC11 ആയിരിക്കും. ഓക്കെ, കാരണം TC10 എന്തെടുക്കാത്തത് ഇവിടെ പാസ്സാണ്. ക്ലിയർ ആയോ? പിന്നെ ബഗ് റിപ്പോർട്ടിലെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ടെസ്റ്റ് കേസ് റിപ്പോർട്ടിലെ ഡിസ്ക്രിപ്ഷനും എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ട് ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം, പക്ഷെ എല്ലാത്തിലും ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോർ അടിച്ചു എന്ന് വരും. അപ്പോൾ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. ഇതിലത്തെ എക്സ്പെക്റ്റഡും ഡിസ്ക്രിപ്ഷനും എക്സ്പെക്റ്റഡ് റിസൾട്ടും ആക്ച്വൽ റിസൾട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ വേർഡിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം. വെൻ ദ യൂസർ എൻറ്റേഴ്സ് എന്ന് വെക്കാം, പിന്നെ ആക്ച്വൽ റിസൾട്ട് ആകുമ്പോൾ ബട്ട് ഇറ്റ് ഡിസ്പ്ലേഡ് എന്ന് വെക്കാം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ വന്നത് ഇത്, അപ്പോൾ ബട്ട് ഇറ്റ് ഡിസ്പ്ലേഡ് ആൻ അലേർട്ട് ബോക്സ് അങ്ങനെ കൊടുക്കാം. ഓക്കെ, പിന്നെ സെറ്റ് ടു റീപ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് കേസ് റിപ്പോർട്ടിലത്തെ പ്രൊസീജിയറും ടെസ്റ്റ് ഡാറ്റയും ആയിരിക്കും നമ്മൾ ഏതിൽ ഈ സെറ്റ് ടു റീപ്രൊഡ്യൂസിൽ നമ്മൾ കൊടുത്തു നോക്കണത്. കണ്ടോ? പിന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ന്യൂ ആയിരിക്കും, നമ്മൾ പുതിയതായിട്ടൊരു ബഗ് റിപ്പോർട്ട് ചെയ്യണതാണല്ലേ, അപ്പോൾ സ്റ്റാറ്റസ് ന്യൂ ആയിരിക്കും. പിന്നെ സിവിയറിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ സിവിയറിറ്റി ചേഞ്ചസ് അനുസരിച്ച് വരും. ക്രിട്ടിക്കൽ ആവാം, ഹൈ ആവാം, മീഡിയം ആവാം, മൈനർ ആവാം, എൻഹാൻസ്മെന്റ് ആവാം. ഓക്കെ, എൻഹാൻസ്മെന്റ് അത്ര ഇത് എഴുതാറില്ല, എന്നാലും ക്രിട്ടിക്കൽ, ഹൈ, മീഡിയം, മൈനർ ഇത് നാലുമാണ് കൂടുതലായിട്ടും എഴുതാം. പിന്നെ പ്രയോറിറ്റി, അടുത്ത ഫീൽഡ് പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഉണ്ട് അങ്ങനെ നാലെണ്ണം: ഇമ്മീഡിയറ്റ്, ഹൈ, മോഡറേറ്റ്, ലോ. ഓക്കെ, അപ്പൊ ഈ ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം. നമ്മൾ ലാസ്റ്റ് ഒരു ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ബഗ് റിപ്പോർട്ട് അല്ല, എന്താണ്, മാനുവൽ ടെസ്റ്റ് കേസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രജിസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാനുവൽ ടെസ്റ്റ് കേസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ടെസ്റ്റ് കേസ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് കേസ് റിപ്പോർട്ട് എനിക്ക് അയക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യണം അത്, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്കൊരു ജോബിന് കയറാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം.
അപ്പോൾ അതെന്തായാലും അതൊന്ന് ചെയ്യുക, അതെനിക്ക് സബ്മിറ്റ് ചെയ്യുക, എന്നാലേ എനിക്ക് അതിൻ്റെ സജഷൻസ് പറയാൻ പറ്റും. നിങ്ങൾ തന്നെ ചെയ്തിരുന്ന എനിക്ക് പറയാൻ പറ്റില്ല അതിൽ എന്ത് ചേഞ്ചസ് വരുത്തണമെന്ന്. അപ്പോൾ അതെനിക്ക് സെൻഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബഗ് റിപ്പോർട്ട് ഈ ഫോം ആയിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഫീൽഡുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കിക്കോ. ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫീൽഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. അതിൻ്റെ ബഗ് റിപ്പോർട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതെനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്തോളൂ. ജസ്റ്റ് വൺ സെക്കൻഡ്. ഓക്കെ, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, എന്നാലും എനിക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് തന്നെ നിങ്ങൾ കാണണമെന്നില്ല. ചിലപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2 മന്ത് കഴിഞ്ഞിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് കേസ് എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് ഇനി ഒരു വീഡിയോ ഒക്കെ കൂടി ഉണ്ടാവും. 1 2 മാക്സിമം 3 വീഡിയോസ് ഉണ്ടാവുള്ളൂ. 3 അല്ല, കുറച്ചുണ്ടായിരിക്കും. കാരണം നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കൂടി ചെയ്യണ്ടേ, എന്നാലല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, കറസ്പോണ്ടിങ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കും കൂടി, ഈ ഒരു വീക്ക് എന്ന് വെച്ചാൽ മാക്സിമം 5 to 7 ഡേയ്സ് എന്തായാലും നമ്മുടെ മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ വെറുതെ വിടരുത്. തിയറി നിങ്ങൾക്ക് പക്ക അറിഞ്ഞിരിക്കണം, എന്നാലേ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നോ വറീസ്, നമുക്കത് അടുത്ത വീഡിയോസിൽ നോക്കാം അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് പക്ക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഇനിയൊരു ചെറിയൊരു തിയറി കൂടി ഉണ്ടായിരിക്കും, ചെറിയൊരു തിയറി. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള സിവിയറിറ്റിയും പ്രയോറിറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെറിയൊരു തിയറിയും കൂടി ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ചെറുതെന്ന് പറയാൻ പറ്റില്ല, അതും ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്താക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ തെറ്റിപ്പോയി, പഠിക്കുക. ഇതുവരെ എടുത്തത് പഠിച്ചിട്ട് വരാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ശരിക്കും ലൈവിലിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പുറത്തെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, ഇതെന്തിങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ അപ്പുറത്ത് നിങ്ങൾ ഇരിപ്പുണ്ട് എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. സോ എന്താണ്, ഇതുവരെയുള്ളത് പഠിച്ചിട്ട് വരാം. പഠിക്കാണ്ട് വരണ്ട കേട്ടോ, പഠിച്ചിട്ട് വന്നാൽ മതി. അയ്യോ, സിസ്റ്റം ഹാങ് ആയിപ്പോയി, സോറി. Okay, that's all for today. Thank you. Bye.